പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ ഉച്ച സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ആരെയും ദ്രോഹിക്കാനോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട അനുഭവങ്ങൾ അതനുസരിച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് അത് പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല. സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം ഭാര്യ പോലും ഭർത്താവിനെ വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ചരിത്രം പറഞ്ഞുതരാം. ഞാൻ സ്നേഹിച്ച് കെട്ടി, അവിടെ 12 പിള്ളേരാ. കാരണം അവർ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല. അവിടെ അപ്പനോട് എഴുതിയപ്പോൾ പറയാ, നിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് ആലോചിക്കാൻ അല്ലാതെ ഒരു കാര്യം നടക്കും. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. പോട്ടെ, ഞാൻ സ്നേഹിച്ചപ്പെന്നെ കെട്ടി. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത്, അവർ എത്ര ശ്രീധരൻ ഞാൻ പറഞ്ഞു അവരൊന്നും തരത്തില്ല. ഇവിടെ 72 കാര്യമാണ്. 50 60 തരാൻ ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളെ വഴിയെത്തിക്കാനോ അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു, അപ്പച്ച അതിനെന്താ? അപ്പച്ചൻ പറയുന്ന പെണ്ണെ ഞാൻ കെട്ടാം. 60 70 മേടിച്ചു. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, അപ്പന് വരുമാനമൊന്നുമില്ല. ഞാൻ ഇന്ത്യൻ നേവിയിൽ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ 72-ൽ നേവിയിൽ നിന്ന് പിരിയുമ്പോൾ എനിക്ക് ആകെ കിട്ടുന്ന മാസ ശമ്പളം 272 രൂപയാണെന്ന് ചിന്തിച്ചോണം. എനിക്ക് വലിയ ചിലവില്ല. എങ്കിലും ആ കാശ് എൻ്റെ കയ്യിൽ എൻ്റെ ചിലവിന് 10 50 വെച്ചിട്ട് ബാക്കി ഇവിടെ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോഴും ഇവിടെ എന്തുകൊണ്ട് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ശരി അപ്പച്ചൻ പറയുന്ന പിന്നെ ഞാൻ കെട്ടാം. ഞാൻ കെട്ടിച്ച് ഗൾഫിലോ എവിടെയോ പോയി ജോലി ചെയ്ത് 6 മാസം കഴിയുമ്പോൾ ഞാനങ്ങ് മരിച്ചു പോയാൽ ഈ വന്ന പെണ്ണിന് ഒരു കുഞ്ഞില്ല എങ്കിൽ, അവൾ ഗർഭിണിയല്ല എങ്കിൽ അവൾ തിരിച്ചവിടെ വീട്ടിൽ പോവോ? അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഈ 50 60 മേടിക്കുന്നത് സൂഭിക്ഷമായിട്ട് ആർഭാടമായിട്ട് ചിലവാക്കിയ കാശ് ബാക്കി ഉണ്ടെങ്കിൽ ഇത് മുഴുവനും തിരിച്ചവർക്ക് കൊടുക്കണ്ട. അല്ലെ കേസ് കൊടുക്കും. നിങ്ങൾ കേസിന് വഴക്കിൽ നടക്കേണ്ടി വരും. എവിടുന്ന് കൊടുക്കും? അവിടെ പുള്ളിയോതി. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തു. അവിടെയും ഓർത്തഡോക്സ് കത്തോലിക്ക സഭയിലെ തന്തയ്ക്ക് പറക്കാത്ത മെത്താൻ പറഞ്ഞു, നമ്മുടെ സഭയിൽ നിന്ന് ഒരു പെണ്ണ് അന്യ സഭയിലോട്ട് കെട്ടിക്കാറുണ്ട്, ഞങ്ങൾ കൊടുക്കത്തില്ല. അപ്പം എൻ്റെ അളിയെന്ന് പറഞ്ഞാൽ അവനൊരു നല്ല ആളായിരുന്നു. അവൻ ചോദിച്ചു, എങ്കിൽ വേണ്ട, മെത്താച്ചൻ നമ്മുടെ സഭയിലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് എൻ്റെ പെങ്ങളെ കെട്ടിക്കാനായിട്ട് ഇവിടെ അവർ കുറി തന്നില്ല. ഞാനിവിടെ അന്ന് വഴിയമ്പലത്തിലെ അച്ഛനാ പട്ടികാവിലെ വികാരി. അപ്പം ഞങ്ങൾ വളരെ അടുപ്പമുള്ള മനുഷ്യനാണ്. ഞാൻ ചെന്ന് അച്ഛനോട് പറഞ്ഞു, അതിനെന്താ മോനെ, ആ പെണ്ണിൻ്റെ കൂടെ 3 പേര് വന്നാൽ മതി. അതായത് അവിടെ ആ റേഷൻ ഒപ്പിടാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കല്യാണം നടത്തി കരുതി ഞാൻ കാര്യം വെച്ചു.
അങ്ങനെ എൻ്റെ കല്യാണം നടന്നു. മക്കളെ, ഈ കല്യാണം കഴിഞ്ഞു. ഞാൻ ഗൾഫിൽ പോയി. ആ ഗൾഫിൽ പോയി ചരിത്രമൊന്നും ഇപ്പോൾ ഞാൻ പറയാനൊക്കത്തില്ല, കാരണം അതൊക്കെ പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്. ഞാൻ ഗൾഫിൽ പോയി. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ അളിയനും പെങ്ങളും ആ ഗൾഫിലുള്ളത്. അവിടെ വേലക്കാരത്തി അന്നമ്മ എന്നൊരു സ്ത്രീയുണ്ട്. ഈ 2 റൂമേ ഉള്ളൂ അവിടെ. പെങ്ങൾക്ക് പണിയുന്നു എയർ കണ്ടീഷൻ റൂം, അപ്പുറത്തെ വേലക്കാരത്തിക്കും എയർ കണ്ടീഷനുണ്ട്. ഞാനിവിടെ കിടക്കും. എനിക്ക് മക്കളെ ആ വരാന്തീൻ ഈ അടുക്കളയിലോട്ട് കയറുന്നതിന് ഇപ്പുറത്തായിട്ട് ഹാർഡ് ബോർഡ് വെച്ച് മറിച്ച് ഒരു കട്ടിലിട്ട് വെച്ച് കണ്ടു. എന്നിട്ട് പെങ്ങളുടെ അടിയൻ്റെ മുറിയിൽ നിന്നുള്ള ഈ ഒരു ജനലുണ്ട്, അതിൻ്റെ ഒരു പാളി തുറന്നിട്ടു. ഈ പാളി ഞാൻ ബാക്കി പറയത്തില്ല. എവിടെ ഈ ഗൾഫിലെ ചൂട് കറിഞ്ഞോ കഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ സഹിച്ചു, കുഴപ്പമില്ല, എനിക്ക് എല്ലാം ഓക്കെയാ. എന്നിട്ട് ഞാൻ അവിടെ ഒരു ദിവസം പെങ്ങൾ പറഞ്ഞു, ഞാൻ ആപ്ലിക്കേഷൻ പത്രത്ത് വായിച്ച് വെച്ചിരിക്കുക. അന്ന് എൻ്റെ കൂട്ടുകാരൻ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കോറ്ററസ് ജോലി ചെയ്ത കോറ്ററസിൻ്റെ മാനേജർ സെക്രട്ടറി ജോർജ് കുട്ടി എനിക്ക് ആപ്ലിക്കേഷൻ മുഴുവൻ അടിച്ചിരുന്ന അവനാണ്. അപ്പം എന്നെ പറഞ്ഞു, ജോലി കിട്ടുന്ന സമയം വരെ അച്ചായൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ പോകും. അതിനെന്താ പോയി. മകളെ 6 മാസം ഞാൻ ഈ എൻ്റെ അളിയൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തു. അതിന് പഠിക്കാൻ പറയാം, ഞാൻ ഇന്ത്യൻ നേവിയിൽ നിന്നപ്പോൾ എല്ലാവിധ കാര്യങ്ങളും എനിക്ക് അപ്ഡേറ്റായിട്ട് കാര്യം സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിയിൽ നിന്ന് തന്നെ കൊളോബായിട്ട്, അതായത് 71 വാർ നടക്കുന്ന സമയത്ത് കൊളോബ കുഞ്ചാലി എന്ന് പറഞ്ഞാൽ അത് നേവൽ പോലീസിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ്. അവിടെ യുദ്ധം വന്നപ്പം ട്രെയിനിങ് ഇല്ല. അപ്പം ആരായിരുന്നു ക്യാപ്റ്റൻ? ശങ്കറായിരുന്നു. അദ്ദേഹമായിരുന്നു എൻ്റെ കൂടെ. അദ്ദേഹത്തിലൂടെയായിരുന്നു ഞാൻ റഷ്യയിൽ നിന്ന് അതിന് സമയമായിട്ട് വന്നത്. അന്ന് അയക്ക് റിക്വസ്റ്റ് ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം ആരാന്നൊന്നും ഞാൻ തിരക്കാൻ പോയില്ല. ആരാക്കാൻ പണിയോ എത്ര. ഏതായാലും ഞാൻ അവിടെ ഒരു റിക്വസ്റ്റുമായിട്ടങ്ങ് ചെന്നു. പുള്ളി നോക്കി, നിനക്ക് ഇതുവരെ കിട്ടിയില്ല. ഐ മേക്ക് യു ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് നൗ, യു ഗോ ഓൺ ലീവ്. അപ്പം അതിനു മുമ്പായിട്ട് ഈ 71 വാർ നടക്കുന്ന സമയത്ത് ട്രെയിനിങ് ഇല്ല പോലീസിന്. അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാം വെറുതെ ഇരിക്കുക. ക്യാപ്റ്റൻ ഷുഗർ എന്ന് പറഞ്ഞാൽ ഷിപ്പ് കമ്പനിക്ക് എപ്പോഴും പ്രയോജനം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ പറഞ്ഞു, ഷിപ്പ് കമ്പനിയുടെ ആൾക്കാരെ ഡ്രൈവിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു ടച്ച് കൊടുത്തിട്ട് അവരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക. ആ കൂട്ടത്തിൽ ഞാനും ചെന്നു. അതും കിട്ടി. ഡ്രൈവിംഗ് പഠിച്ചു. ടച്ച് പാസ്, ഓൾ ഇന്ത്യ ഹെവി ലൈസൻസ് കിട്ടി. അവിടെ നിന്ന് ഞാൻ ഗൾഫിച്ചെന്തെങ്കിലും അവിടെ ലൈസൻസ് കിട്ടാൻ പറ്റിയ പ്രയാസമോ ഏതായാലും കൊണ്ട് ഞാൻ വർഷപ്പിലാണ് എൻ്റെ കൂടെ പോയി. അവിടെ പുള്ളി വേറൊരു കാര്യമാണ്, ഞാൻ പക്ഷേ എങ്കിൽ ഓരോ കാര്യം കണ്ട് മനസ്സിലാക്കി പഠിക്കുന്ന മനുഷ്യനാണ്. ഈ 6 മാസം പെട്ട അതിന് മുമ്പായിട്ട് AC റിപ്പയർ ചെയ്യുന്നു, ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാ എനിക്ക് അല്ല, എങ്ങനെ നമുക്ക് മനുഷ്യരെ കളിപ്പിക്കാം AC റിപ്പയർ ചെയ്യുന്നവരെ ഞാൻ മനസ്സിലാക്കി. അപ്പോഴേ 2 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അപ്പം പുള്ളിയുടെ AC എടുക്കാനൊക്കെ ഞാനിവിടെ പോകുന്നത്. അപ്പോൾ കൂലികൾ 2 ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ അടുത്തൻ്റെ AC അവരെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ
ലൈസൻസ് ഇല്ലാതെ ദോഹായിൽ ഈ പിക്കപ്പിൽ 2 കൂലിമായിട്ട് പോയി AC കൊടുത്തും എടുത്തും വന്നു. കൂടി അവിടെ ഞാൻ ലൈസൻസ് കിട്ടും. അപ്പോഴത്തേക്ക് എനിക്ക് എയർപോർട്ടിൻ്റെ ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഇൻ്റർവ്യൂ എടുത്ത് IAL ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. കാരണം ഇന്നത്തെ കാലമല്ല, പഴയ കാലത്ത് മിക്കവാറും എയർപോർട്ടുകൾ IAL ഇൻ്റർനാഷണൽ എയർ റേഡിയോ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. കൺട്രോളേഴ്സ് എല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. ഇപ്പോഴാണ് അവർ താഴും പോയത്. അപ്പോൾ IAL ഫിലിപ്പ്, IAL എന്നുള്ള പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് പിന്നെ പറയാം. ഫിലിപ്പ് ഇൻ്റർവ്യൂ എടുത്ത് പുള്ളി സെലക്ട് ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞേക്ക് അവിടെ വരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് എക്സ് എയർഫോഴ്സ് ബ്രിട്ടീഷുകാരൻ മിസ്റ്റർ അലക്സാണ്ടർ. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ എക്സ് നേവി. വളരെ സന്തോഷം. അപ്പോൾ അവൻ നോക്കിയപ്പോൾ എൻ്റെ ലൈസൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ബ്രിട്ടീഷുകാർ വലിയ തലയെടുപ്പുള്ള മനുഷ്യരാണ്. ബ്രിട്ടീഷുകാർക്ക് എത്ര പേർക്ക് അവിടെ ലണ്ടനിൽ വിസ്കിയും ബ്രാൻഡിയും ദിവസവും കുടിക്കാൻ സാധിക്കും? ഇല്ല. അവരാ പപ്പി ചെന്നിട്ട് 60 ഇത് കൊടുത്തിട്ട് ആ ഗ്ലാസ് മേടിച്ച് കുടിച്ചു പോകത്തേ ഉള്ളൂ. അല്ലാതെ നമുക്ക് 7-അപ്പിൻ്റെ ഇത് കിട്ടുമായിരുന്നു ഗൾഫിൽ, 6 ടിന്നിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഇത്, അതുപോലെ ഹെലിക്കൽ കിട്ടുമായിരുന്നു. അത് മേടിച്ച് കുടിക്കുകയുള്ളായിരുന്നു, അല്ലാതൊന്നുമില്ല. അപ്പോൾ ഇവർ ദോഹായി ഇവർ ഗൾഫ് കൺട്രി വന്നാൽ അവർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. ബ്രിട്ടീഷ് എംബസിയെ പെർമിറ്റ് കൊടുക്കുന്നത്. ഇവന്മാർ വന്ന് ഡ്യൂട്ടി കഴിച്ച് പോയ ഉടനെ ഇവർ വരുമ്പോൾ തന്നെ ഒരു ബാർ ടേബിളൊക്കെ കൗണ്ടറൊക്കെ ഉണ്ടാക്കി ഡിസ്പ്ലേ എല്ലാം ബോർഡ് വെച്ചേക്കും. അവർ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അല്ല, അവിടെ ഇത് ലണ്ടനിൽ ഇങ്ങനെ ചെയ്യാനൊക്കത്തില്ല, അവർക്കൊക്കത്തില്ല. അപ്പോഴേ ഇവർ നേരെ കയറി ഒരു ടിൻഫിഷോ എല്ലാം മേടിച്ച് അവിടെ പോയിരുന്ന് കുടിച്ച് AC ആണോ ഓണ്, പമ്പാണോ ഓണെന്ന് നോക്കത്തില്ല. പിറ്റേ രാവിലെ എയർപോർട്ടിൽ വരുമ്പോൾ കംപ്ലൈൻറ്റ്. മിസ്റ്റർ അലക്സാണ്ടർ അടുത്താ പറയുന്നത്, മെയിൻ്റനൻസ് എഞ്ചിനീയർ. അവൻ എന്നെ വിടും. അപ്പം അവൻ എന്നെ അറിയാം. എന്നോട് പറയും, നീ അവിടെ കുറച്ചേ കുടിക്കാവും. ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സന്തോഷിച്ച് ജീവിച്ച് ഒടുവിൽ ഞാൻ അവിടുന്ന് അച്ചകുഞ്ഞെന്നുള്ള പേരിലായി. അങ്ങനെ 2 പേരെ ദോഹായിൽ അറിയപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് IAL ഫിലിപ്പും, ഒന്ന് IAL അച്ചകുഞ്ഞും. IAL അച്ചകുഞ്ഞും ഞാൻ ഇന്ന് പ്രൗഢിയോട് ഞാൻ പറയുക, 16 വർഷം അന്ന് ഒരു എയർപോർട്ടേ ഉള്ളായിരുന്നു, ദോഹ എയർപോർട്ട്. ആ എയർപോർട്ട് ഒരു കംപ്ലൈൻറ്റ് വന്ന വിതിൻ നോ ടൈം ഞാൻ റെക്ടിഫൈ ചെയ്യായിരുന്നു. എൻ്റെ കഴിവല്ല, ഞാൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ചതുകൊണ്ട്. പോട്ടെ, എങ്കിലും ആ തല്ലി പിടിച്ച പ്രശ്നം. ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് 2 മക്കളുണ്ടായി. എല്ലാ വർഷവും അവരെ അവിടെ കൊണ്ടുവരും. എനിക്ക് എയർപോർട്ടിലെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഇമിഗ്രേഷൻ പറഞ്ഞാൽ എൻ്റെ കൊച്ചു മോളെ തന്നെ 6 മാസത്തിന്, ഒരു കുഞ്ഞ് ജനിച്ചാൽ 6 മാസത്തിന് മുമ്പ് അവിടെ കൊണ്ടുവന്നാൽ വിസ അവരടിച്ചു കൊടുക്കും. 6 മാസം കഴിഞ്ഞാൽ വിസ അടിച്ചേ വെക്കും. അപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞിനെ 6 മാസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി. അച്ചടുത്ത് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് മക്കളെ, ഇവരെ ഏതെല്ലാം വിധത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനും അമ്മയിൽ നിന്ന് അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ദ്രോഹങ്ങളും
എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, അവരനുഭവിക്കാൻ പാടില്ല. ഏതായാലും കൊള്ളാം മകളെ. ചുരുക്കം, ഞാൻ ഖത്തർ എയർവേസിൻ്റെ CEO അക്ബർ അൽബേക്കർ, ആ പട്ടി പഠിച്ചത് ഫോനായില്ല. അവന് സിവിൽ ഏവിയേഷൻ്റെ അക്കൗണ്ടൻ്റായിരുന്നു. അവനാണ് ഗൾഫ് എയർ ഖത്തർ എയർവേസ് തുടങ്ങാനുള്ള എല്ലാ പരിപാടിയും അവനാണ് CEO. ഇതാകുന്നതിന് മുമ്പായിട്ട് അവൻ എന്നെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ മെയിൻ്റനൻസിലുള്ള പാകിസ്ഥാനികളെ എന്നെ കേൾക്കാതെ വിളിക്കുന്ന മലയാളി കോബ്ര എന്നാണ്. കാരണം ഞാൻ ആരെയും അവകത്തിൽ, കാരണം കാര്യം പോലെ പറയും, ചെയ്യേണ്ടിക്ക് വിധത്തിൽ ചെയ്യിക്കും. അതുകൊണ്ട് അത് പൊക്കോട്ടെ. ഈ അക്ബറിൻ്റെ അടുത്ത് അന്ന് കുവൈറ്റ് ഇറാഖ് വാർ തുടങ്ങുക. അപ്പം ഞങ്ങളിതിനു മുമ്പ് ഞാനും മിസ്റ്റർ ബക്കറ്റും കൂടെ ബോംബെ വന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയി കോൺട്രാക്റ്റിൽ. കാരണം അവർക്ക് ചിലവുണ്ടാകാതെ അവരെ കൊണ്ടുപോയി. എന്തിന്? യുവന്മാർ അവർ ശമ്പളം കുറച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും കുവൈറ്റ് വാർ തുടങ്ങാൻ പോവുക, എൻ്റെ കാശ് ഗ്രാറ്റുവിറ്റിൽ കുറച്ച് മേടിക്കാം. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പം അക്ബർ പറഞ്ഞത് നീ റിസൈൻ ചെയ്യാമെങ്കിൽ തരാം. ഉടനെ റിസൈൻ ചെയ്തു, റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. തിരിച്ച് എയർപോർട്ടിൽ വന്നപ്പം ഖത്തറി ഇഞ്ചറും ബ്രിട്ടീഷ് ഇഞ്ചറും പറഞ്ഞു, തോമസ് എന്തോ ചെയ്ത്? ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പൈസ വേണം, എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിനാണ്. എന്നിട്ട് അവരോട് പറഞ്ഞത് നീ 6 മാസമായി ഇവിടെ തിരിച്ചു വന്നിരിക്കണം. ഞാൻ വരാമെന്ന് പറഞ്ഞു. എൻ്റെ പാസ് തിരിച്ചു കൊടുത്തു, എൻ്റെ വിസ ക്യാൻസൽ ചെയ്തില്ല, ഞാനിങ്ങ് പോന്നു. ഞാനിവിടെ വന്നിട്ട് 6 മാസത്തിന് മുമ്പ് അവർ ലെറ്റർ അയച്ചു, ഞാൻ പോയില്ല. പോട്ടെ, ഇതൊന്നും അതിനകത്ത് വലിയ കാര്യം. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് അവരെ എല്ലാ വിധത്തിലും നാട്ടിൽ, മൂത്ത മോളെ കല്യാണം നടത്തി, ഇളയ മോള് സെൻറ്റ് ആൻസിൽ പഠിക്കുക. അവൾക്കൊരു പ്രേമബന്ധം, ആ പ്രേമബന്ധം ഞാൻ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാനന്ന് ബുള്ളറ്റിലാണ് നടക്കുന്നത്. ഏത് ബാറിൽ കയറി കള്ളടിച്ച് ഇങ്ങനെ ബുള്ളറ്റിൽ കറങ്ങി നടക്കും. അവിടെ ഞാൻ വരുന്ന വഴി, സെൻറ്റ് ആൻസിൽ വരുന്ന വഴി കൂടെ മോള് വരുന്ന അവൻ്റെ കൂടെ ചെറുക്കൻ വളരെ നിൽക്കിട്ട് ഒരു ജെൻഡുമാറി. ഉടനെ ഞാൻ ചവിട്ടി നിർത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ അപ്രത്യക്ഷമായി. അവിടെ എവിടെയാ ഇവർ നടന്നു വന്ന സ്ഥലത്ത് അപ്പുറത്ത് അജോയ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വീടുണ്ട്. അതിവൻ്റെ അടുത്ത ചിങ്കടിയാണ്. അവൻ അവിടെ കയറി. ഒടുവിലായിരിക്കും ഇതൊക്കെ ചരിത്രം അറിയാനൊക്കെ. ഞാൻ മോളെ ആരായിരുന്നു? ഞങ്ങളുടെ അടുത്ത് അവിടെയുള്ള പഠിത്തക്കാരെയും ചോദിച്ചാൽ പറഞ്ഞു, അവൻ സെൻറ്റ് ആൻസിൽ നിന്ന് 1 കിലോമീറ്റർ വരുന്നതാണെന്ന് പഠിത്തക്കാരൻ ചോദിക്കാൻ വന്നാ. എനിക്കറിയിച്ചിരുന്നു. പോട്ടെ. എന്നിട്ട് ഇവിടെ അവിടുന്ന് പാസ്സായി കോളേജ് ചേർത്തു. കോളേജിൽ അവളെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ അവൾ വെറുതെ ഇരിക്കുന്നത് കണ്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ എൻ്റെ ഒരു കസിൻ്റെ മോൻ, വളരെ സ്മാർട്ട് പയ്യൻ, അവനെ കമ്പ്യൂട്ടർ എല്ലാം പഠിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അപ്പച്ചാ പേടിക്കണ്ട, അമ്മാമ്മയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. ഒരു ദിവസം ബൈ ചാൻസ് ഞാനും എൻ്റെ ഭാര്യകളും അവിടെ ഒരു 10 മണിയായ 10:30 ആയപ്പോൾ ചെന്നു. ഇവർ രാവിലെ കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയെന്നാണ് പറഞ്ഞാൽ പോയത്. അവിടെ ചിലപ്പോൾ മോൻ വിളിച്ചു, അപ്പച്ചാ എന്തി അമ്മാമ്മ എന്താ ഇന്ന് വരാഞ്ഞേ? ഞാൻ പറഞ്ഞു, മോനെ ഇവിടോട്ട് വരുന്നും പറഞ്ഞാൽ പോയത്. ആരുമില്ല, എവിടെയെങ്കിലും പോയതായിരിക്കും.
ഞങ്ങളിങ്ങ് പോന്നു. വൈകിട്ട് വന്നപ്പം ഞാൻ ചോദിക്കാൻ വിട്ടായിരുന്നു, ഇത് വേറൊരു കാര്യമാണ്. അവനും കുറേ പെൺപിള്ളേർ ഇവളും കൂടെ കറങ്ങാൻ പോയിട്ട് വേറൊരു കള്ളത്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് കള്ളത്തരം അക്യുറേറ്റായിട്ട് ചെയ്യാൻ പഠിച്ചവളാണ്. കാരണം അവളെ തലത്തൊട്ടത് എൻ്റെ പെങ്ങളാണ്. അവൾ അതിന് ഉഗ്ര ഇതാണ്. ഇവൾ കോളേജ് പോയിട്ട് വരുമ്പോഴും ഇവനുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് വന്നാലും കറക്റ്റായി ഇവൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഇവിടെ അത് തന്നെയാണ്. ഞാൻ പറയും, മോളെ നാളെ തൊട്ട് നീ പഠിക്കാൻ പോകണ്ട വിട്ടിരിക്കാൻ പറഞ്ഞു. അതെൻ്റെ മൂത്ത മോൾ 2ാമത്തെ പ്രസവത്തിന് ഇവിടെ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ വെളുപ്പിനെ 5 മണിയാകുമ്പോഴേ ഗ്രില്ലിൻ്റെ താഴ് തുറക്കും, ഗേറ്റിൻ്റെ ലോക്കും എടുക്കും. ഇതിവക്കറിയാം. എന്തിന് ഇവർ പ്ലാൻ ചെയ്ത് തലേദിവസം ഇവൾ പോകുന്ന മുമ്പ് തലേദിവസം ഒരു നായരവൻ വീട്ടിൽ വന്നു. പപ്പിച്ചേച്ചി ഉണ്ട് പറഞ്ഞു, മേളിലുണ്ട്. ഞാൻ പോയിട്ട് കണ്ടു. ഞാൻ എന്താ എൻ്റെ ഭാര്യയാണ് പറഞ്ഞത്. ഇവർ തമ്മിൽ എന്തോ ഇവൾ കൊണ്ടു കൊടുത്തൊരു മൊബൈൽ ഫോണാണ്. അവരെ മൊബൈൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് വെളുപ്പിനെ അവർ വന്നു. ഇവളിറങ്ങി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. രാത്രി തന്നെ വെളുപ്പിനെ അപ്പച്ചൻ ഗ്രില്ലും ഗേറ്റും തുറന്ന് അപ്പച്ചൻ ഭാഗത്ത് പോയ സമയത്ത് ഇവളിറങ്ങിപ്പോയി. പോട്ടെ, അതൊരു ചേട്ടം. ഇനിയും ഞാൻ ഗൾഫിൽ നിന്ന് വന്നു. നിങ്ങൾക്കറിയാവുന്ന ഞാൻ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നതാണ്. ഇവിടെ വന്നപ്പോൾ എനിക്കെപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള ചിന്താഗതിയാണ്. ഒരാളെന്നെ PG വിശ്വംഭരനെ പരിചയപ്പെടുത്തി. PG വിശ്വംഭരൻ എന്ന് പറഞ്ഞാൽ ഫിലിം ഡയറക്ടറെ. പുള്ളി അങ്ങ് ദാദാ ഫിലിമിൻ്റെ ഷൂട്ടിങ് ഗുരുവായൂർ തുടങ്ങാനിരിക്കുക. എന്നെ കൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, തോമസ് ഒരു കാര്യം ചെയ്യ്, ജോർജ് ഒരു കാര്യം ചെയ്യ്, ഇന്ന ദിവസം ഗുരുവായൂർ വാ, ഇന്ന ഹോട്ടലിൽ ഞാനുണ്ട്, അവിടെ അക്കോമഡേഷൻ എല്ലാം അറേഞ്ച് ചെയ്തേക്കാം. അതുകൊണ്ട് ഞാനവിടെ അങ്ങനെ അവിടെ ഞാൻ ഫിലിമിൽ കയറി. 3-4 ഫിലിമിലൊക്കെ വർക്ക് ചെയ്തു. രാജൻ ബി ദേവിൻ്റെ അച്ഛൻ്റെ കൊച്ചുവാവയിലും വർക്ക് ചെയ്തു. രാജൻ ബി ദേവ് മരിക്കുന്നതിന് മുമ്പേ ഒടുവിലെടുത്ത പിക്ചറാണ്. എന്നിട്ട് ഞാനൊരു സീരിയൽ പിടിക്കണമെന്നുള്ള ഈ ചാൻസ് കിട്ടി. അവിടെ എൻ്റെ ജീവിതം പരാജയത്തിലായി. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ വാ, ട്രിവാൻഡ്രത്ത് നമുക്ക് 1 മാസം മോളൊന്നും അറിയണ്ട, നമുക്ക് ആൾക്കാരെയും പരിചയപ്പെടാം, നിനക്കത് കാണുകയും ചെയ്യാം, ഷൂട്ടിങ് എന്തോ അതൊക്കെ അവിടെ സംഭവിച്ചില്ല. കാരണം ഈ കള്ളക്കഴിവറവാൻ തന്തയ്ക്ക് വിറക്കാത്തവൻ അവൻ ചച്ചക്കുടി കിടന്ന പര നാറി അവൻ്റെ അഡ്വൈസായവക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മോളെയും മയക്കിയെടുത്തവള് അവൻ. ഇപ്പോഴും എൻ്റെ ഭാര്യ അവനോട് എതിർവാക്ക് പറയത്തില്ല. ഇപ്പം അവൻ എതിർവാക്കല്ല, അവൻ എനിക്ക് ഫോൺ ചെയ്തില്ല. ഞാൻ ഫോൺ ചെയ്തപ്പോൾ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞുതരാം ചേട്ടൻ, മക്കളെ, ഞാൻ മരിക്കുന്നത് പേടിയല്ല, പക്ഷെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് കാണും. ഞാൻ ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്ങിന് പോയി. അതെനിക്ക് ഒരു എപ്പിസോഡിന് 10,000 രൂപ വെച്ച് ഓരോ ദിവസത്തെ ഒരു എപ്പിസോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിന് 10,000 രൂപ ഞാൻ ചിലവാക്കുന്ന കാശിൻ്റെ പുറത്ത് 10,000 രൂപ കിട്ടുന്നതായിരുന്നു. എന്തിന്? ഞാൻ അവളെ ഷൂട്ടിങ്ങും അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ എൻ്റെ ഭാര്യ കള്ളു പിടിച്ച് നടക്കുക. ആട്ടാ ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. ഇവിടെ അപ്പോഴും ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു ആ പൊക്കോ. എന്താ മക്കളെ ബാഗ് തയ്യാറാക്കി വച്ചിരിക്കുക. ഞാൻ ഇല്ലാത്ത സമയത്ത് പരിപാടി ഇവിടെ ഒരു വേശ്യ ദോഹയിലോ ദുബൈയിലുണ്ട്. അവളെ കെട്ടിച്ചത് ഞാനാ. ആ ചട്ടമൊന്നും പറയില്ല. അവൾക്ക് സ്കൂളുണ്ട് അവിടെ നിരൂപിച്ചാൽ വിസ എന്നും കിട്ടും. ഏതായാലും ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. ആയിക്കോട്ടെ. ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ഇവൾ പോയി കഴിഞ്ഞു. ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞു വിചാരിച്ചു, മനസ്സിലാക്കി എടാ ഇതുവരെ ചെകിനും കൊണ്ടുവിട്ടാൽ തന്നെയും പിന്നെ തിരിച്ച് ഞാൻ നിൽക്കുന്നിടത്ത് വരാൻ പ്രയാസപ്പെടുന്നവൾ തനിയെ പാലക്കാട് പോകുമോ? ഉടനെ കാലത്ത് പോയി ജംഗ്ഷൻ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നു. ഞാൻ വളരെ നിരക്ക് എവിടെ പോകണ്ടേ? റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് അങ്ങ് പോന്നു. അപ്പോഴും കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം ബാക്കി ഇവൾ ഗൾഫിൽ പോവായിരുന്നു. ഞാൻ സ്നേഹിച്ച് ആത്മാർത്ഥമായി സ്നേഹിച്ച് ഈ കുളം പിടിക്കാത്തവർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്ത് എന്നെ വഞ്ചിച്ച് എന്നോട് പറയാതെ അവൾ ഗൾഫിൽ പോയി. ഗൾഫിലുടനെ പോയോ? ട്രിവാൻഡ്രത്ത് ഇവിടെ മൂത്ത മോടെ ഭർത്താവിൻ്റെ വീടുണ്ട്. അവിടെ ഒരാഴ്ച താമസിച്ച് ടിക്കറ്റ് കിട്ടുന്നുണ്ടായോ? ഈ ചെങ്ങന്നൂർ അറിയാത്തവള് ട്രിവാൻഡ്രത്ത് പോയി തനിയെ എങ്ങനെ താമസിക്കും? ആഹാരം ഇവിടെ പോയി കഴിക്കും. അതിനൊക്കെ സപ്പോർട്ട് വേണ്ടേ? അപ്പം എല്ലാം ഒരു പെണ്ണ് നിരൂപിച്ചാൽ എല്ലാം നടക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമോ? എന്നിട്ടൊരു ദിവസം എന്നതൊക്കെ ഈ കള്ളക്കൽവറോൻ മനോജ് പറയുന്നില്ല മമ്പി ഗൾഫിൽ പോയെന്ന്. അല്ല വേറെ മമ്പി എന്നോട് പറയാ, മമ്പി ഇനി ഇങ്ങോട്ട് വരത്തില്ല, ഏതെങ്കിലും ആശ്രമത്തിൽ പോയി താമസിക്കത്തുള്ളൂ. ഓ, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നോട് പറയാ, പപ്പ നാളെ ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകണം, കാർ ഇങ്ങോട്ടോടും. ഞാൻ പറഞ്ഞെടുത്തോട്ട് പോവും. അവർ കാർ കൊണ്ട് പോയി. എവിടാ അപ്പോഴൊന്നും എനിക്കറിയത്തില്ല. ഈ കള്ളം തെളിഞ്ഞു വരുമല്ലോ. ഇവർ പോയി വൈകിട്ട് പിറ്റേ ദിവസം രാവിലെ കാർ കൊണ്ടിട്ടു. അന്നും വൈകിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് എൻ്റെ ഭാര്യ ഒരു ഫോണാണ്. ആ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ഇനി 3 മാസം കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. അപ്പോൾ അവൾ ഗൾഫിൽ ബോർഡെടുത്ത. എൻ്റെ പോലെ എനിക്കെന്താ? നീ എവിടെയെങ്കിലും പോകും, നീ ഇഷ്ടംപോലെ ജീവിക്ക്. ഒരു പെണ്ണിനെ ഒരു പുരുഷന് കണ്ടുകൂടെ എനക്കൊത്തില്ല. ഒരു പുരുഷൻ ഈ പെണ്ണ് വിളിക്കാതെ പോകത്തില്ലല്ലോ. ആ പോട്ടെ, ഏതായാലും അവിടെ കിടന്നു. എൻ്റെ മനസ്സ് വിങ്ങിപ്പോട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് എൻ്റെ ഭാര്യ പറയാതെ പോയത്? മനപ്രയാസം. നിങ്ങൾക്കറിയാവട്ടാ, ഇന്നും ആരും ഞാൻ കണ്ടുപിടിക്കുന്നവർ കണ്ടുപിടിക്കത്തില്ല. പറഞ്ഞുതരാം. ഞാൻ അപ്പം എൻ്റെ പഴയ ബന്ധങ്ങളൊക്കെ ഇവന് എൻ്റെ മരുമോൻ ചിന്തിച്ചത് എൻ്റെ ഭാര്യയെ ഇപ്പോൾ എന്നിൽ നിന്ന് അകറ്റി ഗൾഫിൽ വിട്ടാൽ ഞാൻ മനപ്രയാസം കൊണ്ട് കണ്ടുപിടിച്ച് കാറും എടുത്ത് എവിടെയെങ്കിലും പോയി തട്ടുപൂട്ടി ചത്തുപോകും. അവനിവിടെ സ്വൈരവികാരം, ഈ വീട് സ്വത്തൊക്കെ അവനാകും. കാരണം ഭാര്യയെ തിട്ടം ചെയ്താൽ അവൾ എഴുതി കൊടുക്കും. നടന്നോ? ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ. ഇതാണ് ആത്മാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ എവിടുന്ന് ഞാൻ പൊക്കിക്കൊണ്ട് വന്നു. അവൾ പോലും എന്നോട് പറയാതെ അവിടെ സ്വാർത്ഥ മോഹത്തിന് അവിടെ ചേർത്തി വിചാരിച്ചു.
ചേട്ടത്തി വിസ കൊടുത്ത് കാരണം എന്തുവാ? ചേട്ടത്തിന് കല്യാണം നടന്നത് എങ്ങനെയാ? അത് ഇന്നും അവളോട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ലൈഫിലൊന്ന് ചോദിച്ചു നോക്കെ. പോട്ടെ, ഞാനിതൊന്നും പറയില്ല മക്കളെ. ഇന്ന് ഞാൻ സമാധാനമില്ലാതെ കഴിയുക. എനിക്ക് ഞാൻ എൻ്റെ കൈക്ക് കാശ് വെക്കത്തില്ല. എവിടെയെങ്കിലും ഞാൻ മക്കളെ ഒരു കാര്യം, നിന്റെ ഒടുക്കത്തെ നിന്റെ ഈ ബാഗിൽ കൊണ്ട് വെച്ച് എന്തൊടുക്കാനാ? ആരെങ്കിലും ഒരു സാധാരണക്കാരനോട് അത്യാവശ്യത്തിന് കാശ് ചോദിച്ചാൽ കൊടുത്താൽ എടാ കിട്ടുമോ കിട്ടാതിരിക്കുമോ? നീ പട്ടിണിയല്ലല്ലോ. ഇപ്പം എന്നോട് പറയാ കാശ് മൊഴി പോവാ. ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ദൈവം തന്നതാ. നീ മറ്റുള്ളവരെ സഹായിക്കേ, അല്ലാതെ ഈ പോട്ട ഇതങ്ങനെ ഉച്ചക്കത്തെ ഊണ് ക്യാൻസലാക്കി. വേണ്ടെന്ന് വെച്ചു. വേണ്ട, ഇവരൊക്കെ ഉണ്ടാക്കി തന്ന് ചെന്ന് കൊടുക്കാൻ ഞാൻ പറയാലോ. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞൊക്കെ ആ ഗ്ലാസ് കഴുകാതെ എന്തിനു വേണ്ടേ എനിക്ക് ടാപ്പിലെ വെള്ളം എടുത്ത് തന്ന പുള്ളിക്കാരത്തി എൻ്റെ ഭാര്യ അത്ര കെയർഫുള്ളായതിനെക്കുറിച്ച് ഞാൻ കാണുമ്പോൾ അയ്യോ. വേറൊന്നും പറയില്ല മക്കളെ. ഈ ലോകത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല. പണത്തിന് വേണ്ടി ആരെയും ഇല്ലായ്മ ചെയ്യുന്ന ജീവിതമായി നമ്മൾ കാണുന്നത്. ഞാൻ എൻ്റെ വഴിക്ക് ഞാനിവിടുന്ന് പാട്ട് പാടും, അല്ല ആരെയും ചോദിക്കാൻ പോകത്തില്ല. പിന്നൊരു കാര്യം, എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ ഒരു സഹായം ചോദിച്ചു, ചിലപ്പോൾ വഴക്കുണ്ടാക്കിയാൽ ഞാൻ പിടിച്ചു പറിക്കുന്നത്. എന്നെ അറിയാം ഓരോരുത്തർക്കും. അവർ പറയും കൊടുത്തേക്കണം എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ, ഞാൻ ഇനി 79 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി എന്തോ പണം കൊണ്ട് ചെയ്യാനാ? 10 പൈസ മതി. എനിക്ക് വാർഷികകാല പെൻഷൻ കിട്ടുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് 2 വട മതി എനിക്ക്. ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ ലോകത്തോട് പറയുന്നത് മക്കളെ, നമ്മൾ പണത്തെയല്ല സ്നേഹിക്കേണ്ടത്, നമ്മൾ അന്യോന്യം സ്നേഹിക്കുക. ഭാര്യഭർത്തൃ ബന്ധമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ വേറൊന്നുമല്ല. അതിനകത്ത് നമ്മൾ അന്യോന്യം സന്തോഷം സഹകരിച്ചും ഓരോർക്ക് ചെയ്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടി. ഇന്ന് അവൾ എന്നോട് പറഞ്ഞത് കാശ് ഒഴുകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അപ്പൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്ന പോലെ ഞാൻ കണ്ടുപോയിട്ടില്ലേ പട്ടി ജോലി ചെയ്തത്. അവിടെയും ഞാൻ പറയാം, നീയൊക്കെ പുണ്ടച്ച് മക്കളെ, നീയൊക്കെ ഒരു കാറെടുത്താൽ ഇന്നെല്ലാം അവൾ ഡ്രൈവിങ് പഠിക്കുക. അങ്ങോട്ടൊരു കാറ് കൊണ്ട് പോയി പഞ്ചറായി എന്ത് കൊടുക്കും? എന്നെ കൊണ്ട് കഴിവുണ്ടോ? അപ്പോഴാരെങ്കിലും കാൽ പിടിക്കും. പിന്നെ കാൽ പിടിച്ചത് മറ്റിടത്ത് പോട്ടെ.